ഹായ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന സെമിനാർ ടോപ്പിക്ക് ലേസർ ഇഗ്നിഷൻ ഫോർ ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ എന്ന ടോപ്പിക്കാണ്. ഇതിലേക്കായി ഞാൻ ആദ്യം നമ്മുടെ HOD സംജിത് ബാബ സാറിനെയും ക്ലാസ് ട്യൂട്ടർ ശരത് സാറിനെയും മറ്റ് അധ്യാപകരെയും ക്ലാസ്സിലെ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന സെമിനാറിലുള്ള കണ്ടൻസുകളാണ്: ഇൻട്രൊഡക്ഷൻ, what is a laser, type of laser, laser ignition, type of laser ignition, components of laser ignition system, setup of laser, performance requirement for laser ignition, comparative advantages of laser ignition, additional advantages of laser ignition, disadvantages of laser ignition system, summary, conclusion, reference. Combustion engine play a dominant role in transportation and energy production. എനർജി പ്രൊഡക്ഷൻസിലും ട്രാൻസ്പോർട്ടേഷനും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ് ഇൻറ്റേർണൽ കമ്പഷൻ. In technical applications such as internal combustion engines, reliable ignition is necessary for aquatic system performance. ഈ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ പോലുള്ള ഒരു സാങ്കേതിക ഉപകരണങ്ങളൊക്കെ നല്ല രീതിയിൽ കറക്റ്റായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിക്കാണ്ടുള്ള ഇഗ്നിഷന് എത്തണം. Unfortunately, conventional spark plug ignition shows a major disadvantages with modern spray guided combustion process since the ignition location cannot be chosen optimally. കൺവെൻഷണൽ സ്പാർക്ക് പ്ലഗിൻ്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് ആണ് കറക്റ്റായിട്ട് ഉള്ള ഇഗ്നിഷന് കൊടുക്കാൻ സാധിക്കാത്തത്. ലേസർ ഇഗ്നിഷൻ ഷോസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഇംപ്രൂവിങ് എൻജിൻ കമ്പഷൻ വിത്ത് റെസ്പെക്ട് ദ കൺവെൻഷണൽ സ്പാർക്ക് പ്ലഗ്സ്. കൺവെൻഷണൽ സ്പാർക്ക് പ്ലഗിനേക്കാൾ ഒന്നുകൂടി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിക്കാണ്ട് എൻജിൻ കമ്പഷൻ നടത്താൻ പറ്റും ലേസർ ഇഗ്നിഷൻ സോഴ്സിന്. എന്നാണ് A laser is a device that emits electromagnetic radiation through a process of optical amplification based on the stimulated emission of photons. എന്ന് വെച്ചാൽ ലേസർ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസാണ്. അത് കടത്തിവിടുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ് ത്രൂ എ പ്രോസസ് ഓഫ് ഒപ്റ്റിക്കൽ ആംപ്ലിഫിക്കേഷൻ. അത് ഒപ്റ്റിക്കൽ ആംപ്ലിഫിക്കേഷൻ വഴിയാണ് അത് പുറത്ത് വിടുന്നത്. ഇത് ബേസ് ചെയ്തിരിക്കുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് ഫോട്ടോൺസ് ഇതാണ്. ദ ടേം ഓഫ് ലേസർ ഈസ് അക്രോണം ഫോർ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അതെന്ന് വെച്ചാൽ ലേസറിൻ്റെ ഫുൾ ഫോമാണ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരുപാട് ടൈപ്പ് ലേസറുകളുണ്ട് ഇപ്പോൾ നിലവിൽ. അതിലൊന്നാണ് റബ്ബിൽ ലേസർ, കെമിക്കൽ ലേസർ, എക്സൈമർ ലേസർ, സോളിഡ് സ്റ്റേറ്റ് ലേസർ, സെമി കണ്ടക്ടർ ലേസർ, ഡൈ ലേസർ. അടുത്തത് ലേസർ ഇഗ്നിഷൻ. Laser ignition or laser induced ignition is the process of starting combustion by the stimulus of laser light source. അതായത് ഒരു കമ്പഷൻ ചേമ്പറിലേക്ക് ലേസർ കടത്തിവിട്ട് അവിടെ ഇഗ്നീഷൻ ഉണ്ടാക്കുന്ന സിസ്റ്റമാണ് ലേസർ ഇഗ്നീഷൻ സിസ്റ്റം. രണ്ടാമത്തെ പോയിന്റ്, ലേസർ ഇഗ്നിഷൻ യൂസസ് ആൻ ഒപ്റ്റിക്കൽ ബ്രേക്ക്ഡൗൺ ഗ്യാസ് ഓഫ് മോളിക്യൂൾസ് കോസ്ഡ് ബൈ ദ ഇൻറ്റൻസ് ലേസർ പൾസ് ടു ദ ഇഗ്നൈറ്റ് ഗ്യാസ് മിക്സ്ചർ. അതെന്ന് വെച്ചാൽ നമ്മൾ കമ്പഷൻ ചേമ്പറിൻ്റെ ഉള്ളിൽ എയറും ഫ്യൂവലും കൂടിയാണ്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷനാണ് നടക്കുന്നത്. ആ റിയാക്ഷനിലേക്ക് ലേസർ ബീം നമ്മൾ കടത്തിവിടും. ആ കടത്തിവിടുന്ന ടൈമിൽ ഗ്യാസിൻ്റെയും ഫ്യൂവലിൻ്റെയും മോളിക്യൂൾസ് ബ്രേക്ക് ആവുകയും അങ്ങനെ അവിടെ ഒരു പൾസ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. മൂന്നാമത്തെ പോയിൻ്റ് എന്താ വെച്ചാൽ ദ ബീം ഓഫ് പവർഫുൾ ഷോർട്ട് പൾസ് ലീനിയർ ഈസ് ഫോഴ്സ്ഡ് ബൈ എ ലെൻസ് ഇൻ ടു എ കമ്പഷൻ ചേമ്പർ ആൻഡ് near the focal spot and hot and bright plasma is generated. എന്താ വെച്ചാൽ കമ്പഷൻ ചേമ്പറിലേക്ക് ആണ് നമ്മൾ ലേസർ സിസ്റ്റം
ലേസർ സിസ്റ്റവും അതിൻ്റെ ഫ്രണ്ടിക്ക് ഒരു ലെൻസും ഉണ്ടാവും. ആ ലെൻസ് വെച്ച് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കമ്പഷൻ ചേമ്പറിലേക്ക് അടിക്കുക. ആ ലൈറ്റ് അടിക്കുന്ന ടൈമിൽ ഫസ്റ്റ് തട്ടുന്ന സ്പോട്ടിൽ ഹോട്ട് ആൻഡ് ബ്രൈറ്റ് പ്ലാസ്മ ഈസ് ജനറേറ്റഡ്. അതായത് ബ്രൈറ്റ് ആയിക്കൊണ്ടുള്ള ഒരു പ്ലാസ്മ ജനറേറ്റ് ചെയ്യും. അതിൻ്റെ ഫിഗറാണ് നമ്മൾ അതിൻ്റെ താഴെ കാണുന്നത്. ഒരു ലേസർ ബീം നമ്മൾ അടിക്കുമ്പോൾ കോൺവെക്സ് ലെൻസ് വഴി നേരെ ഇഗ്നീഷൻ ലൊക്കേഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ ബ്രൈറ്റ് ആയിക്കൊണ്ടുള്ള ഒരു പ്ലാസ്മയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ചെറിയ ഡോട്ട് പോലെ ചെറുതായിക്കൊണ്ടുള്ള സാധനമാണ് നമ്മളവിടെ കാണുക. നമ്മൾ ബേസിക്കലി 4 സ്കീമായി കണ്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിലൊന്ന് തെർമൽ ഇൻഡക്ഷനാണ്, 2 നോൺ റിസോണൻറ്റ് ബ്രേക്ക് ഡൗൺ, 3 റിസോണൻറ്റ് ബ്രേക്ക് ഡൗൺ ആണ്, 4 ഫോട്ടോ കെമിക്കൽ മെക്കാനിസം വഴിയാണ്. അങ്ങനെ 4 ടൈപ്പ് ആയിക്കൊണ്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കമ്പോണൻസ് ഓഫ് ലേസർ ഇഗ്നീഷൻ എൻജിൻ, അതായത് നമ്മുടെ ലേസർ ഇഗ്നീഷത്തിൻ്റെ കമ്പോണൻസും കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെയാണ്. അതിലൊന്ന് പവർ സോഴ്സ് ആണ്, ഫിഗറിൽ കാണുന്നുണ്ട്. പിന്നെ കമ്പഷൻ ചേമ്പർ വിൻഡോ ആണ് മറ്റൊന്ന് അതിൽ കാണുന്നത്. പിന്നെ ഒപ്റ്റിക് ഫൈബർ വയർ ഉണ്ട്, ഒപ്റ്റിക് ഫൈബർ വഴിയാണ് അത് വരുന്നത്. പിന്നെ ഫോക്കസിങ് യൂണിറ്റ് ഉണ്ട്, അത് ഫോക്കസ് ചെയ്യാനുള്ള ഇതുണ്ട്. ലേസർ സ്പാർക്ക് പ്ലഗ് ഉണ്ട്. ആ ഫിഗറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഒരു ലേസർ സോഴ്സ് കടത്തിയിട്ടാണ് അത് നേരെ ഒപ്റ്റിക്കൽ ഫൈബർ വയർ വഴി നേരെ ഒപ്റ്റിക്കൽ പ്ലഗിലേക്കാണ് എത്തുക. ആ ഒപ്റ്റിക്കൽ പ്ലഗിൽ നിന്ന് ലേസർ അതിൻ്റെ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ ഒരു ലെൻസ് ഉണ്ടാവും. ആ ലെൻസ് വഴി ഫോക്കസ് ചെയ്തുകൊണ്ട് അടിക്കും. ആ അടിക്കുന്ന ടൈമിലാണ് അവിടെ ബ്രൈറ്റ് പ്ലാസ്മ ജനറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് അടുത്തതായി കണ്ട് നമ്മൾ നോക്കുന്നത്. ദ ലേസർ ഇഗ്നിഷൻ സിസ്റ്റം ആസ് എ ലേസർ ട്രാൻസ്മിറ്റർ വിത്ത് എ ഫൈബർ ഒപ്റ്റിക് കേബിൾ പ്രൊവൈഡഡ് ബൈ ദ കാർ ബാറ്ററി. ഒരു ഫൈബർ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ബാറ്ററിയിൽ നിന്ന് പവർ എടുത്തുകൊണ്ടാണ് ലേസർ ഇഗ്നിഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇൻ ഷോർട്ട്സ്, the laser beam to a focusing lens that would consume a much of smaller space than current spark plug. ഇപ്പോഴത്തെ സ്പാർക്ക് പ്ലഗിനേക്കാളൊക്കെ വളരെ കുറച്ച് സ്ഥലം മതി നമ്മുടെ ഫൈബർ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ലേസർ ഇത് ചെയ്യുമ്പോൾ. ദ ലെൻസ് ഫോക്കസ് ദ beams into an intense pinpoint to light, and when the fuel is injected into the engine, the laser is fired and produce enough energy to ignite the fuel. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പെട്രോൾ എഞ്ചിനിലൊക്കെ പോലുള്ള തന്നെ ഫസ്റ്റ് സ്ട്രോക്കായ സെക്ഷൻ സ്ട്രോക്കിൽ പിസ്റ്റൺ താഴോട്ട് പോകുന്ന ടൈമിൽ ഇൻലെറ്റ് മാനിഫോൾഡ് വഴി എയറും ഫ്യൂലും വരും. അങ്ങനെ വരുമ്പോൾ അതേപോലെ സെക്കൻഡ് സ്ട്രോക്ക് ആയ കംപ്രഷൻ സ്ട്രോക്കിൽ പിസ്റ്റണ് മുകളിലേക്ക് വരുന്ന ടൈമിൽ നമ്മൾ മുകളിലേക്ക് എത്തുന്ന എൻഡിലാണ് നമുക്ക് കംപ്രഷൻ നടക്കുക. ആ കംപ്രഷൻ നടക്കുന്ന ടൈമിൽ സ്പാർക്ക് പ്ലഗിൽ നിന്ന് സ്പാർക്ക് കൊടുക്കുന്നതിന് പകരം ഇതിൽ ലേസർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലേസർ കടത്തിവിടും. ലേസർ കടത്തിവിടുന്ന ടൈമിൽ അവിടെ ബേൺ ചെയ്തുകൊണ്ടാണ് എനർജി ഉണ്ടാവുക. അതിൻ്റെ വർക്കിങ്ങിൻ്റെ കാര്യങ്ങളാണ് അടിയത്തെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പെർഫോമൻസ് റിക്വയർമെൻറ്റ്സ് ഫോർ ലേസർ ഇഗ്നീറ്റേഴ്സ്. അതായത് ലേസർ ഇഗ്നീറ്റേഴ്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയ ആവശ്യമായ കാര്യങ്ങളാണ്. അതിൽ മെക്കാനിക്കൽപരമായി കണ്ട് വേണ്ടത് നമുക്ക് ലേസർ ആൻഡ് മൗണ്ടിങ് മസ്റ്റ് ബി ഹാർഡഡ് അഗേൻസ്റ്റ് ഷോക്ക് ആൻഡ് വൈബ്രേഷൻ. ഷോക്കിൽ നിന്നും വൈബ്രേഷനിൽ നിന്നൊക്കെ ലേസറും മൗണ്ടിങ്ങും മസ്റ്റ് ബി ഹാർഡഡ്, അതായത് നല്ല ഹാർഡായിട്ട് ഉണ്ടാകണം. എൻവയോൺമെൻറ്റ് പരമായി കണ്ട് ലേസർ ഷുഡ് പെർഫോം ഓവർ എ ലാർജ് ടെമ്പറേച്ചർ റേഞ്ച്. ലേസർ പെർഫോം ചെയ്യണം ഓവർ എ ലാർജ് ടെമ്പറേച്ചർ റേഞ്ച്, വളരെ വലിയ ടെമ്പറേച്ചർ റേഞ്ചിൽ ഈ ലേസർ പെർഫോം ചെയ്യണം. പീക്ക് പവർ, ലേസർ ഷുഡ് പ്രൊവൈഡ് മെഗാവാട്ട്സ് റോ ബീം ഔട്ട്പുട്ട്.
ലേസർ വലിയ മെഗാവാട്ട് റോ ബീം ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യണം. ആവറേജ് പവർ 1 laser per cylinder requires 10 Hz for 1200 RPM എൻജിൻ ഓപ്പറേഷൻ. അതായത് 1200 എൻജിൻ RPMന് ആവശ്യമായ ഒരു സിലിണ്ടറിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് 10 Hz പവറാണ്. അടുത്തത് ലൈഫ് ടൈം 100 million shots is good, 600 million shots is better. അതായത് 600 million ഷോട്ട്സ് എന്ന് പറയുന്നത് ആ ലേസർ വളരെ മികച്ച ബെറ്റർ ആയിക്കൊണ്ടുള്ള ഒരു ഇതാണ്. 150 million ഷോട്ട്സ് ആവറേജ് ഒക്കെ ഗുഡ് എന്നുള്ള ഒരു രീതിക്കാണ് ഉള്ളത്. അടുത്തതായിക്കാണ് നമ്മൾ നോക്കുന്നത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജസ് ഓഫ് ലേസർ ഇഗ്നീഷനെ കുറിച്ചാണ്. അതായത് സ്പാർക്ക് പ്ലഗ് ഇഗ്നീഷനും ലേസർ ഇഗ്നീഷനും തമ്മിലുള്ള കമ്പാരിസൺ. സ്പാർക്ക് പ്ലഗിന് ലെസ് ഇൻറ്റൻസ് സ്പാർക്ക് ആണെങ്കിൽ ഇൻറ്റൻസ് സ്പാർക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ ലേസർ ഇഗ്നീഷത്തിൽ മോർ ഇൻറ്റൻസ് സ്പാർക്ക് നമുക്ക് കിട്ടും. അതേപോലെ സ്പാർക്ക് ഇഗ്നീഷൻ സിസ്റ്റത്തിൽ ലീനിയർ മിക്സ്ചർ കനോട്ട് ബി ബേൺഡ്. അതായത് ലീനിയർ മിക്സ്ചർ കത്തില്ല സ്പാർക്ക് പ്ലഗിൽ. അതിനു വേണ്ടി ലേസർ ഇഗ്നീഷൻ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ലീനിയർ മിക്സ്ചർ ക്യാൻ ബേൺ എഫക്റ്റീവായിക്കാണ്ട് ഒന്നുകൂടി എഫക്റ്റീവായിക്കാണ്ട് നല്ല രീതിയിൽ ലീനിയർ മിക്സ്ചർ ബേൺ ചെയ്യും, കത്തും ലേസർ ഇഗ്നീഷത്തിൽ. അതേപോലെ സ്പാർക്ക് ഇഗ്നീഷത്തിൽ ഫ്ലെയിം പ്രൊപ്പഗേഷൻ ഈസ് ലോ. ഫ്ലെയിം പ്രൊപ്പഗേഷന് വളരെ പതുക്കെയാണ്, സ്ലോ ആയിട്ടാണ് നടക്കുള്ളൂ. ലേസർ ഇഗ്നീഷത്തിലാണെങ്കിൽ അത് ഫ്ലെയിം പ്രൊപ്പഗേഷൻ ഈസ് ഫാസ്റ്റർ. ഫ്ലെയിം പ്രൊപ്പഗേഷന് കൂടുതൽ ഫാസ്റ്റ് ആയിക്കാണ്ട് നടക്കും സ്പാർക്ക് പ്ലഗ് ഇഗ്നീഷത്തിനേക്കാളും കൂടുതൽ. അതേപോലെ സ്പാർക്ക് ഇഗ്നീഷൻ സിസ്റ്റത്തിൽ മൾട്ടി പോയിൻ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ഈസ് നോട്ട് ഫെസിബിൾ. അതായത് മൾട്ടി പോയിൻ്റ് ഫ്യൂൽ ഇഞ്ചക്ഷന് പറ്റില്ല അത് സ്പാർക്ക് പ്ലഗ് ഇഗ്നീഷത്തിൽ. അതിനും വേണ്ടി ലേസർ ഇഗ്നീഷത്തിലാണെങ്കിൽ ഈസിയർ പോസിബിൾ ടു മൾട്ടി പോയിൻ്റ് ഇഗ്നീഷൻ. മൾട്ടി പോയിൻ്റ് ഇഗ്നീഷൻ ഈസിയായിട്ട് പോസിബിൾ ആണ് ലേസർ ഇഗ്നീഷത്തിൽ. അതേപോലെ സ്പാർക്ക് പ്ലഗ് ഇഗ്നീഷൻ സിസ്റ്റത്തിലാണെങ്കിൽ ഇറ്റ് കോസസ് മോർ നോക്സ് എമിഷൻ. ലേസർ ഇഗ്നീഷത്തിലാണെങ്കിൽ ലെസ് നോക്ക് എമിഷനാണ്. അടുത്തതായിക്കാണ്ട് നമ്മൾ നോക്കുന്നത് അഡീഷണൽ അഡ്വാൻറ്റേജസ് ഓഫ് ലേസർ ഇഗ്നീഷനെ കുറിച്ചാണ്. അതായത് ഇത് കൂടാതെ അഡീഷണൽ ആയിക്കാണ്ട് ഉള്ള അഡ്വാൻറ്റേജസ്, ലേസർ ഇഗ്നീഷത്തിലുള്ള അഡ്വാൻറ്റേജസ്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ മെയിൻ്റനൻസ് ടു റിമൂവ് കാർബൺ ഡെപ്പോസിറ്റ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് സെൽഫ് ക്ലീനിങ് പ്രോപ്പർട്ടി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടി അതിൻ്റെ കാർബൺ ഡെപ്പോസിറ്റ് ഒന്നും നമ്മൾ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ഓട്ടോമാറ്റിക് ആയിക്കാണ്ട് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. പ്രിസൈസ് ഇഗ്നീഷൻ ടൈമിംഗ് പോസിബിൾ. അടുത്തത് അതേപോലെ കറക്റ്റ് ആയിക്കാണ്ട് കൃത്യമായിക്കാണ്ട് ഇഗ്നീഷൻ ടൈമിങ് പോസിബിളാണ്. ഇഗ്നീഷൻ ടൈമിങ് ഇതിൽ നടക്കും. അതേപോലെ ഹൈ ലോഡ് ഓർ ഇഗ്നീഷൻ പ്രഷർ പോസിബിൾ. അതായത് നല്ല ലോഡിൽ അല്ലെങ്കിൽ നല്ല പ്രഷറിൽ ഇഗ്നീഷന് പോസിബിളാണ് ഇതിൽ. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇൻക്രീസ് ദ എഫിഷ്യൻസി, നല്ല എഫിഷ്യൻസി ഉണ്ടാവും ഇതിന്. അതേപോലെ ഈസിയർ ടു പോസിബിൾ മൾട്ടി പോയിൻ്റ് ഇഗ്നീഷൻ. മൾട്ടി പോയിൻ്റ് ഇഗ്നീഷൻ ഈസിയായിട്ട് പോസിബിളാണ്. എന്ന് വെച്ചാൽ മൾട്ടി പോയിൻ്റ് ഇഗ്നീഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതിൽ. ദ ലൈഫ് time of laser ignition is much more as compared to the conventional system. കൺവെൻഷണൽ സിസ്റ്റത്തിനേക്കാളും കൂടുതൽ ആയിക്കാണ്ട് ലൈഫ് ടൈം ഉണ്ട് ലേസർ ഇഗ്നീഷത്തിന്. റെഡ്യൂസ് ദ ഫ്യൂവൽ കൺസപ്ഷൻ റേറ്റ്. ഈ ഫ്യൂവലിൻ്റെ ഉപയോഗം കുറക്കാനും ലേസർ ഇഗ്നീഷനെ കൊണ്ട് സാധിക്കും. നോക്കുന്നത് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ലേസർ ഇഗ്നീഷൻ സിസ്റ്റമാണ്. അതായത് ലേസർ ഇഗ്നീഷൻ സിസ്റ്റത്തിനുള്ള ഡിസ്അഡ്വാൻറ്റേജസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഹൈ സിസ്റ്റം കോസ്റ്റ്. ഇതിന് നല്ല കോസ്റ്റ് ഉണ്ട്, നല്ല വില ഉണ്ടാവും. അതായത് നമ്മൾ കൺവെൻഷണൽ സ്പാർക്ക് പ്ലഗിനേക്കാളും കൂടുതൽ കോസ്റ്റ് ഉണ്ടാവും.
അതേപോലെ കൺസെപ്റ്റ് പ്രൂവൺ ബട്ട് നോ കോമറിക്കൽ സിസ്റ്റം അവൈലബിൾ ഇൻ മാർക്കറ്റ് യെറ്റ്. അതായത് ഈ കൺസെപ്റ്റ് പ്രൂവൺ ആയതാണ്, കൺസെപ്റ്റ് നമ്മൾ തെളിയിച്ചതാണ്, പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ സിസ്റ്റം ഇതുവരെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അതേപോലെ ലേസർ ഇൻഡ്യൂസ്ഡ് ഒപ്റ്റിക്കൽ ഡാമേജ്, ലേസറിൻ്റെ ഒപ്റ്റിക്കൽ പെട്ടെന്ന് ഡാമേജ് ആവാൻ ഉള്ള സാധ്യത ഉണ്ട്.